ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ട് സോറി കേട്ടോ, ചെയ്യാൻ നേരം കിട്ടാനായിട്ടാണ്. കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടണില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇന്നത്തെ അൺബോക്സ് ചെയ്യുന്നത് ഓട്ടോൻ്റെ പോക്കറ്റ് സ്പാ എന്ന പ്രൊഡക്റ്റാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. മാത്രമല്ല, സാധാരണ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. ഇത് കുവൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. കുവൈറ്റിൽ അൽഗാനിത്ത് നിന്ന്. കുവൈറ്റിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും അൽഗാനിം. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇനി നമുക്കിതൊന്ന് തുറന്നതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം, പിന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം. ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ കാരണം, നമുക്ക് പെയിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, സാധാരണ വെള്ളം ചൂടാക്കിയിട്ട് തുണി മുക്കി പിടിക്കും. പിന്നെ അത് കുറച്ച് നാൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മതിയാവും. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഞാൻ നോക്കിയപ്പോൾ നെറ്റിൽ കണ്ടു, ഒരു ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മസാജ് ആവും, മീൻസ് വൈബ്രേറ്റ് ആയിട്ട് മസാജ് ആവും ചെയ്യും, ഒപ്പം ചൂടും കിട്ടും. അതാണ് ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മസാജ് ഇപ്പോൾ ചെയ്യണ പോലെ ഉണ്ടാവും, മാത്രമല്ല ചൂട് കിട്ടുകയും ചെയ്യും. ബോക്സിൻ്റെ ഉള്ളിൽ സാധാരണ എല്ലാത്തിലുള്ള പോലെ ഒരു യൂസർ മാനുവലുണ്ട്. ഇനി ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതിന്നാണ് വൈബ്രേഷനും ഹീറ്റും വരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ബെൽറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്യാരി പൗച്ച് ഉണ്ട്, നമുക്ക് ഇതിൽ ഇട്ട് സൂക്ഷിക്കാം. നല്ലതാണ് കേട്ടോ, നന്നായിട്ടുണ്ട് അത്. അപ്പോൾ നമുക്കിനി ഇത് തുറന്നു നോക്കാം. ഇതിൻ്റെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക്കാണ് ഫ്രണ്ടിൽ. താഴെ ഒരു വെൽവെറ്റ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഓൾറെഡി ഒരു ബക്കിളുണ്ട് ബെൽറ്റ് ഇടാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെറ്റായിക്കോളും. പിന്നെ അത് നമുക്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടൊരു ബട്ടൺ ഉണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒപ്പമുള്ള ബെൽറ്റ്. അതായത് നമുക്കിത് കൈ പിടിച്ചുകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാം, ഹീറ്റ് ചെയ്യാം. മാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പെയിനോ ഷോൾഡറിനോ എവിടെ വെച്ചാൽ നമുക്കിത് ബെൽറ്റ് കൊണ്ട് നമുക്ക് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ആ ഭാഗത്ത് മസാജും അതുപോലെ ഹീറ്റും ചെയ്യാൻ പറ്റും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് കഴുത്തിനാണെങ്കിലും ശരി, നടുവിനാണെങ്കിലും ശരി, വയറിനാണെങ്കിലും നീക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാം. നമുക്കിനി ബെൽറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണേന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി, അതായത് സെറ്റായിക്കോളും. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ബെൽറ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും കൂടി ഈ ബെൽറ്റിന് ഒറ്റ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതായത് ഓരോ വണ്ണത്തിനനുസരിച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ലെങ്ത്ത്. അത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റാണ്. പക്ഷേ നമുക്ക് ഇങ്ങനൊരു വൈബ്രേഷനും അതുപോലെ മസാജും ഹീറ്റും ഒക്കെ ഒരു ഇതിൽ കിട്ടുമ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ടൈറ്റായി കെട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കണേന്ന്. ബെൽറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റൊമക്കിൽ വയ്ക്കാം, അതുപോലെ തന്നെ ബാക്കിലും ഷോൾഡറിലും വയ്ക്കാം. ഇപ്പോൾ നെക്കിൽ വയ്ക്കാനാണെങ്കിൽ അതിൻ്റെ ബെൽറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ കൈക്ക് നമ്മൾ കുറേ നേരം കീബോർഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പെയിൻ വരികയാണെങ്കിൽ അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ്, അതായത് ഇതിന് 2 ബട്ടണാണുള്ളത്. ഒന്ന് പവർ ബട്ടണും രണ്ടാമത്തേത് മോഡ് ബട്ടണും. ഇതിൻ്റെ പവർ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഓൺ ചെയ്യുന്നതും ഇതിൻ്റെ സ്പീഡും അതുപോലെ വൈബ്രേഷനൊക്കെ കൺട്രോൾ ചെയ്യണത്. ഫസ്റ്റ് പവർ ബട്ടൺ ഓൺ ആകുമ്പോൾ തന്നെ ലോ സ്പീഡിൽ ഹീറ്റ് 45 ഡിഗ്രിയിൽ ഇത് ഓണാവും. സെക്കൻഡ് ബട്ടൺ എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡിൽ സെയിം 45 ഡിഗ്രിയിൽ ആണിത് വർക്കാവുക. പിന്നെ 3 പ്രോഗ്രാമാണുള്ളത്. അത് വൈബ്രേഷൻ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. പിന്നെ ഉള്ളത് വീണ്ടും ഈ പവർ ബട്ടൺ പ്രസ് ആകുമ്പോൾ വൈബ്രേഷൻ ഓഫായിട്ട് ഹീറ്റ് മാത്രമായിരിക്കും. പിന്നെ ഇത് ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഉള്ളത് മോഡ് ബട്ടണാണ്. മോഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ 45 ഡിഗ്രിയിലാണ് ഫസ്റ്റത്തെ ഈ ലെവലിലെല്ലാം വർക്ക് ആവുന്നത്. സെക്കൻഡ് 55ലേക്ക് പോകാനായിട്ട് മോഡ് ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്യണം. മോഡ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ 55 45ലേക്ക് തന്നെ തിരിച്ചു വരും. ഇനി നമുക്കിത് ഓൺ ചെയ്തിട്ട് നോക്കാം ഇതെങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യണതെന്ന്.
ഇപ്പോൾ വൈബ്രേഷൻ ഓഫായിട്ട് ഹീറ്റ് മാത്രമേ ഉള്ളൂ, അതും 45. ഇപ്പം ഞാൻ മോഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ അത് 55 ആയിട്ടുണ്ട്. ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇത് നല്ലൊരു ഓപ്ഷനാണ് പെയിനൊക്കെ ഉള്ളവർക്ക്, അതുപോലെ മസാജ് വേണം ചെയ്യാനായിട്ട് എങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ പല ആൾക്കാരും എൻ്റെ ഹെയർ കട്ടും അതുപോലെ ഹെയർ കെയറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടായിരിക്കാം. പക്ഷേ അവർ വിചാരിക്കും ഈ വീഡിയോസ് ആണോ ചെയ്യണേ എന്നുള്ളത്. എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഞാൻ പല കാര്യങ്ങളും എൻ്റെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്രാഫ്റ്റ് ആണെങ്കിലും ശരി, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രൊഡക്റ്റ് റിവ്യൂസ് ഞാൻ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങുക. യൂട്യൂബിലാണെങ്കിലും ശരി, നമ്മുടെ സോഴ്സസ് എന്തൊക്കെയാണ് അവിടെ എല്ലാം സെർച്ച് ചെയ്യും. പല പ്രൊഡക്ട്സിൻ്റെ ഇല്ല. ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഞാൻ റിവ്യൂ നോക്കിയിട്ട് കണ്ടിട്ടേ ഇല്ല. സപ്പോസ് ഇത് ആർക്കെങ്കിലും നാളെ വാങ്ങുന്ന ഒരാൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ അത് എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻ വൺ ആണ്. അതായത് കുറേ കാര്യങ്ങൾ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.